ഖത്തറിന്റെ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ബുധനാഴ്ച വൈകുന്നേരം ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടതെന്നും അതിൽ 4 ഖത്തർ പ്രതിരോധ സേന തകർത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു മിസൈൽ പ്ലാന്റിന് സമീപം പതിക്കുകയും വലിയ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. ആക്രമണത്തിൽ റാസ് ലഫാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഖത്തർ എനർജി സ്ഥിരീകരിച്ചു. എന്നാൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുവാൻ അടിയന്തര സേനയെ നിയോഗിച്ചു. ഇറാനിലെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഈ നടപടിയെന്ന് ഇറാൻ വ്യക്തമാക്കി. മേഖലയിലെ മറ്റ് 5 പ്രധാന ഇന്ധന കേന്ദ്രങ്ങളെയും തങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തിലെ പ്രകൃതിവാതക വിതരണത്തിന്റെ ഏകദേശം 20% കൈകാര്യം ചെയ്യുന്നത് റാസ് ലഫാൻ വഴിയാണ്. ഈ ആക്രമണത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ LNG വില കുത്തനെ ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. യൂറോപ്പിലെയും ഏഷ്യയിലെയും വിപണികളെ ഇത് കാര്യമായി ബാധിക്കും. തങ്ങളുടെ പ്രാദേശിക സുരക്ഷയ്ക്കും പ്രാദേശിക സമാധാനത്തിനും നേരെയുള്ള കടുത്ത ഭീഷണിയായാണ് ഖത്തർ ഇതിനെ കാണുന്നത്. ഇറാനിയൻ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടു. ഫെബ്രുവരി 28 തുടങ്ങിയ ഇറാൻ ഇസ്രായേൽ സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ഗുരുതരമായ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.